എനിക്ക് സത്യത്തിൽ ഈ പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിനോടും ആ ഒരു കൺസെപ്റ്റിനോടും വലിയ പേടിയൊന്നുമില്ല. കാരണം ഈ പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ അത് രൂപപ്പെട്ടത് ഒരു പക്ഷേ ഇടതുപക്ഷ ലാവണങ്ങളിൽ നിന്നല്ല എങ്കിലും തകർന്ന് തരിപ്പണമായി പോയ പല്ല് കൊഴിഞ്ഞ സിംഹങ്ങളായ ഇടതുപക്ഷതയാണ് ഇന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ആ സത്യവേദനങ്ങ് മരിച്ചു, സത്യം അങ്ങ് മരിച്ചു. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഈ സത്യാനന്തര കാലത്തെക്കുറിച്ച് വേദനിച്ചുകൊണ്ട് എല്ലാ ദിവസവും പോസ്റ്റ് ഇടുന്ന ഒരു 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 രാഷ്ട്രീയ പ്രവർത്തകൻ സ്വരാജൻ നായരാണ്. അതുപോലെ സാർ ഇവിടെ പറഞ്ഞതുപോലെ സുൽപ്പയിളിടം, ഇവരെല്ലാം വേദനിക്കുകയാണ്. എന്ത് ട്രൂത്താണ് ഇവർ പറഞ്ഞത്? സാറ് പറഞ്ഞതുപോലെ ഇവരുണ്ടാക്കിയ കാലത്തെ ഒരു ട്രൂത്ത് ഇല്ലാതായതാണോ പ്രശ്നം? കാരണം ഇനിയിപ്പം ആരോടും പറയാനൊക്കത്തില്ല, മനുഷ്യവംശം അടിവെച്ച് സോഷ്യലിസ്റ്റിലേക്ക് പോകാമെന്ന് അടിച്ച് ചെവിക്കുറ്റി പറിക്കും നാട്ടുകാർ. കാരണം 10-70 വർഷം ഈ പറഞ്ഞ കള്ളത്തരം ഈ മനുഷ്യവംശം സഹിച്ചതിൻ്റെ എല്ലാ വേദനകളും മനുഷ്യവംശത്തിലുണ്ട്. അതുകൊണ്ട് ആ പരിപാടി നിന്നു. ഒരു ഗ്രൂപ്പ് അതാണ്, എന്ത് ലോകത്ത് സത്യമില്ലാതായിപ്പോയി. ഒരു ഗ്രൂപ്പ് മാർക്സിസ്റ്റുകാരാണ്. അടുത്തത് യൂറോസെൻട്രിക് ആയിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ ഒരു അപ്രമാദിത്വം പറഞ്ഞുകൊണ്ടിരുന്ന യുക്തിവാദികളും മറ്റാളുകളുമാണ്. കാരണം അവരുടെയും പരിപ്പ് പഴയതുപോലെ വേദനത്തില്ല. കാരണം എന്താണ്? ലോകത്ത് മോഡേൺ സയൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോട ചങ്ങാതി എന്ന് നീഗ്രോ വരെ എഴുന്നേറ്റ് എന്ന് പറയും. കാരണം എന്താ? അവനവൻ്റെ ശാസ്ത്രമുണ്ട്. യോഗ ഒരു വലിയ ശാസ്ത്രമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അത് എന്തെങ്കിലും അതിന് കുറവുണ്ടെങ്കിൽ ഭഗവാൻ പതഞ്ജലിയുടെ പാദചരണങ്ങളിൽ തൊട്ടുകൊണ്ട് നേരാമണ്ണം അത് പറയാൻ അറിയാൻ വയ്യാത്ത ഭാരതീയന്റെ പ്രശ്നം മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. യോഗയുടെ കുഴപ്പമല്ല, ഭാരതീയന്റെ എന്തെങ്കിലും ഷണ്ടത്തരം കൊണ്ട് മാത്രമാണ് അതിൻ്റെ ശാസ്ത്രം അംഗീകരിക്കപ്പെടാതെ പോകുന്നത്. ആയുർവേദം, ഞാൻ ആയുർവേദമോ ഭാരതീയതയോ മാത്രമല്ല പറയുന്നത്, ആൾട്ടർനേറ്റീവായിട്ടുള്ള. കാരണം പാശ്ചാത്യ ശാസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്, അവൻ ആരോഗ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ആ ആരോഗ്യ പ്രവർത്തനത്തിനെല്ലാം പ്രാകൃതികമായ വേരുകളുണ്ട്, സത്യമുണ്ട്. അതെല്ലാം പൊങ്ങി വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായി? രവീന്ദ്ര സാറിനെ ഇപ്പോൾ ആളുകൾ പറയും ഇത് പോസ്റ്റ് ട്രൂത്ത് ആയതുകൊണ്ട് വല്ലാത്ത ഒരു കയോസാണ്. എന്ത് കയോസ്? അപ്പോൾ ചുരുക്കത്തിൽ 2-3 പാശ്ചാത്യമായിട്ടുള്ള വലിയ മെറ്റാ നറേറ്റീവുകളുടെ കാലം അസ്തമിച്ചതുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ കാലത്തും ഈ അധികാരം കുറേ ഓവർലോഡായിട്ടുള്ള കുറേ സാധനങ്ങളുകൊണ്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്തിരുന്നത്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് ഒരു കാലത്ത് മലയാളി എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? സത്യത്തിൽ പ്രഭാത് ബുക്സ് വഴി പ്രസിദ്ധീകരിച്ചിരുന്ന ഈ റഷ്യൻ ഇടതുപക്ഷ സാഹിത്യത്തിൻ്റെ ഒരു വലിയ കടന്നുകയറ്റം നമ്മുടെ പാഠപുസ്തകം വരെ ഉണ്ടായിരുന്നു. ഇന്ന് പഴയ പോലെ പരിപാടി നടക്കുന്നില്ല, കാരണം കച്ചവടം നിന്നു. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട. കാരണം അത് മാത്രമല്ല, ഇന്ന് നമുക്ക് ശരിയാണ് ഇൻഫർമേഷൻ. ഇപ്പം ദിനപരച്ചാണ് ചോദിച്ച ഒരു വിഷയം, ഇൻഫർമേഷൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഫാസ്റ്റ് ചെക്കിങ്ങിനുള്ള ഒരു സാധ്യത എനിക്ക് ഇട്ടുവരുന്നുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞ ഒരു പ്രസ്ഥാനം, കേരളത്തിലെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപം നടത്തിയ പ്രസ്ഥാനം പറഞ്ഞ കള്ളക്കഥകൾ എന്തുകൊണ്ട് നമ്മൾ അംഗീകരിച്ചില്ല? കാരണം നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്, ദൃശ്യങ്ങൾ ഈ മാധ്യമം തന്നെ നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മാധ്യമങ്ങളും, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഇപ്പം എൻ്റെയൊക്കെ കൊച്ചിലെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത പുസ്തകങ്ങൾ ഇന്നെൻ്റെ വിരൽത്തുമ്പിലുണ്ട്. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ പുസ്തകങ്ങൾ. അതുകൊണ്ട് ഈ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്, അതിന് സാധ്യതയുണ്ട്. ഇത് എൻ്റെ പ്രശ്നം കുറച്ചുകൂടെ നമ്മൾ ഒരു ഫിലോസഫിക്കലായി വിഷയത്തെ കാണണം എന്നുള്ളതാണ്. അത് തികച്ചും തപസ്യയുടെ ഒരു വേദി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭാരതീയമായ വിഷയത്തെ കാണണം. എന്താണ് പ്രശ്നം? എക്കാലത്തും മനുഷ്യൻ, ഇപ്പം സാർ ഇവിടെ പറഞ്ഞ ഒരു മഹാനായ മനുഷ്യന്റെ പേര് പറഞ്ഞു, ഹരാരെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി തന്നെ ഒരു പോസ്റ്റ് ട്രൂത്ത് ഒരു ആനിമലാണ്. കാരണം അവൻ സത്യം എന്ന് പറയുന്ന സാധനത്തോട് അയ്യോ സത്യമാണ് എന്നാൽ പിന്നെ എടുത്തു വെച്ചേര് എന്ന് മടിയിലോട്ട് ഇരുത്തത്തില്ല. കാരണം പണ്ട് ഭഗവാൻ ശങ്കരൻ പറഞ്ഞൊരു പ്രശ്നമുണ്ട്, കയറിനെ പാമ്പായി കാണുന്ന ഒരവസ്ഥ നമുക്കുമുണ്ട്. ആ രാത്രി കണ്ടു കഴിഞ്ഞാൽ കയറിനെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അതിന് അത്യാസമാണ് എന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കണ്ട കയറ് കണ്ടത് പാമ്പല്ല കയറാണ് എന്ന് വെളിച്ചം വന്നു കഴിഞ്ഞാലും വിശ്വസിക്കാതെ ഇതിനെ അധ്യാരോപം ചെയ്തത് പാമ്പ് തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞ് കഥ ഇറക്കുന്നവനുമുണ്ട്. ഈ 2 മനുഷ്യനും, അതായത് അധ്യാസവും അധ്യാരോപവും, അത് മനുഷ്യന്റെ സ്വാഭാവികമായ പ്രക്രിയയാണ്. ഈ പ്രക്രിയകൾ എക്കാലത്തും നിലനിൽക്കും. അവിടെയാണ് വിഷയം കിടക്കുന്നത്. ഈ പറഞ്ഞ പ്രപഞ്ചം ഋതം ച സത്യം ചാബിദ്ധ തപസോധ്യജായത എന്ന് പറഞ്ഞതുപോലെ ഋതവും സത്യവും എവിടുന്നാണ് രൂപം? ഈ കാണുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയ വിഷയങ്ങൾക്ക്, അത് പത്രപ്രവർത്തനമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, എന്ത് പണ്ടാരമായിക്കോട്ടെ, ഈ കാണുന്ന സർവ്വ കളി നടത്തുന്നത് എന്താണ്? ഇവിടെ ഒരു ദൃശ്യപ്രപഞ്ചമുണ്ട്, ഇവിടെ ഒരു പ്രപഞ്ചമുണ്ട്. ഈ പ്രപഞ്ചം എവിടുന്ന് രൂപപ്പെട്ടു? ഈ
ഈ പ്രപഞ്ചം രൂപപ്പെട്ടതിന് കൃത്യമായ ഒരു ഋതമുണ്ടെങ്കിൽ ആ ഋതത്തിനൊരു സത്യമുണ്ട്. അതുകൊണ്ടാണ് സത്യസ സത്യം നിഹിതം ഗുഹായ എന്ന് ഭാരതീയൻ പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞ ആളുകള് ഈ പറഞ്ഞ ഭൂമിയിൽ തന്നെയാണ് ഒരു ഗംഗയിൽ നിങ്ങൾ 2 പ്രാവശ്യം മുങ്ങില്ല, ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കൊച്ചാട്ടം പറഞ്ഞത് എന്താണ്? ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കും, ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ലെന്ന് വിശ്വസിക്കും, അതുകൊണ്ട് ഞാൻ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ കൊച്ചാട്ടന്റെ മതം ഇവിടെ ഇതാകുകയും അതിന്റെ സാർമാർ തന്നെ ഇപ്പം ഓഫീസത്തിലൊക്കെ നമ്മൾ പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, പൈറോ എന്ന് പറയുന്ന ഒരു സ്കെപ്റ്റിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസത്തിന്റെ ഒരു ആചാര്യനായിരുന്നു. അദ്ദേഹം മുങ്ങിച്ചാകാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ നോക്കി നിന്നു. ആളുകളെല്ലാം കൂടെ പിടിച്ചു കയറ്റി ചേട്ടാ എന്താ ചങ്ങാതി നിന്നെ ഇത്രയും കാലം പഠിപ്പിച്ച നീ എന്നെ ഒന്ന് പിടിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അല്ല അങ്ങുണ്ടോ അങ്ങ് മുങ്ങുകയാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അയാൾക്ക് ഏതാ സത്യമെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതല്ല സത്യം. കാരണം ഈ പറഞ്ഞ ചങ്ങാതി ജനിച്ചു, മുലപ്പാൽ കുടിച്ചു, വളർന്നു, ജീവിച്ചു, ജീവിക്കും, മരിക്കും, നാളെ മനുഷ്യവർഗം ഉണ്ടാകും. അതുകൊണ്ട് ഗംഗയുണ്ട്, ഒഴുകിപ്പോയ വെള്ളമല്ല ഗംഗ, ആ പ്രക്രിയയാണ്. അതാണ് ജഗദീശ്വരന്റെ പ്രകൃതിയുടെ, ജഗദീശ്വരൻ വേണ്ട, പ്രപഞ്ചത്തിന്റെ ഋതം. ഈ ഋതത്തോട് തിരിച്ചറിയുകയും അതിന്റെ സത്യം തിരിച്ചറിയുകയും ചെയ്തില്ലെങ്കിൽ അസ്മാകം ലൗകിക യാത്ര ലുപ്യത എന്ന് ഭഗവാൻ ശങ്കരൻ പറഞ്ഞു. നമ്മുടെ ഈ ലൗകിക യാത്ര പോലും ലോപിച്ചു പോകും. ആ ലോപിക്കുന്നതിന് ഈ സത്യത്തെ തിരിച്ചറിയേണ്ടി വരും. ആ സത്യത്തെ തിരിച്ചറിയാൻ ഈ അധ്യാരോപങ്ങൾ കൃത്യമായി ഈ നടത്തുന്ന മുഴുവൻ പ്രക്രിയയും അതാണ്. ഈ നടത്തുന്ന മുഴുവൻ പാശ്ചാത്യ ഈ പറഞ്ഞ സംഘടിത അധികാരത്തിന്റെ പ്രക്രിയകളും, അത് സയൻസിന്റെ ആയിക്കോട്ടെ മാർക്സിസത്തിന്റെ ആയിക്കോട്ടെ, അതിനെ ചെറുക്കേണ്ട ബാധ്യതയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ ആധുനിക കാലത്ത് മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടെ സാധ്യത കിട്ടിയിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പറഞ്ഞിടത്ത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു സ്റ്റേറ്റ് പണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനി? പിണറായി വിജയൻ പറഞ്ഞത് വിശ്വസിച്ചേനി നമ്മൾ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്, അതിനുള്ള സാധനം പുറത്തു വരത്തുള്ളൂ. പക്ഷെ ഇന്നെന്തായി? ഇന്ന് ഒരു മൊബൈലിൽ എടുത്ത് ആ ദൃശ്യവും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിയാണ്, പണ്ടൊരു വേശിക്ക് കഷ്ടപ്പെട്ട് വേണമായിരുന്നു അവരുടെ തൊഴിലെടുക്കാൻ. ഇന്നൊരു പെൺകുട്ടിക്ക് ആരും അറിയാതെ മുറി കയറി ഓപ്പൺ ചെയ്താൽ മതി. ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയും ജഗദീശ്വരന്റെ സത്യം പ്രവർത്തിക്കുന്നുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകും. മനുഷ്യന്റെ ധിഷണയെ കുറച്ചുകൂടെ വിശ്വസിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഭാരതീയ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രതിരോധ പ്രവർത്തനം ഭാരതീയമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നടത്തണം. അത് തപസ്യപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.